ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് വ്ളോഗിൽ. ആരാന്ന് ഞാൻ കാണിച്ചു തരാം. ഇൻട്രൊഡ്യൂസിങ് ചോക്കോ. അപ്പം നമ്മൾ രണ്ടുപേരോടാണ് ഇന്ന് വ്ളോഗ് എടുക്കാൻ വന്നേക്കുന്നത് രാവിലെ തന്നെ. അപ്പോൾ ചോട്ട് നല്ല ഉറക്കമാണ്. ഞാൻ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെയാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തലേന്ന് ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് ഇവിടെ ആകെ നനഞ്ഞ് ഇതായി കിടക്കാണ്, മൊത്തത്തിൽ അളുമ്പായി കിടക്കാണ് ഗൈസ്. അപ്പോൾ ഇങ്ങ് ബാ, എന്തിനകത്തൊക്കെ ചെന്ന് കയറുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി നമ്മൾ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവിൽ കുറേ ആൾക്കാർ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ എന്താ പറയുക, എനിക്കിന്ന് കോളേജുണ്ട്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കോളേജിൽ പോകണം, റെഡി ആവണം. സോ അതും കൂടെ ഒക്കെ കാണിക്കാം. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്നുണ്ട്. പക്ഷേ ക്യാമറ പിടിക്കാൻ ചോട്ടും എഴുന്നേറ്റില്ല. അവനും കൂടെ ഒന്ന് എഴുന്നേറ്റായിരുന്നെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കൂടെ കാണിക്കാൻ ഞാൻ നോക്കട്ടെ. പറ്റുമെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ ഇതിൽ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ റെഡി ആവാം. നമുക്ക് ഈ ചോക്കോനെ കൊണ്ടുവന്ന് നമുക്ക് കൂട്ടിലാക്കിയിട്ട് ഞാൻ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചു. ഇന്ന് നമുക്ക് മുട്ടയും പാലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നേരത്തെ കഴിച്ചു. ഇനി നമ്മൾ ഫ്രഷ് ആയിട്ട് കോളേജിൽ പോകാൻ റെഡി ആവും. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ക്യാമറമാൻ എഴുന്നേറ്റില്ല, നല്ല ഉറക്കമാണ്. സോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആപ്ലിക്കേഷനൊന്നും ഞാൻ കാണിക്കുന്നില്ല, അത് കാണിച്ചാൽ ഭയങ്കര ബോറായിരിക്കുമല്ലോ. സോ സ്കിൻ കെയർ ആണ് ചെയ്യണത് ഫസ്റ്റ് തന്നെ. അല്ലാതെ ഞാൻ വലിയ മേക്കപ്പ് അങ്ങനെയൊന്നുമില്ല. കോളേജിൽ പോകുമ്പം ബേസായിട്ട് സ്കിൻ കെയർ ചെയ്യും, ഐലൈനർ എഴുതും, ലിപ്സ്റ്റിക് ഇടും. ലിപ്സ്റ്റിക് മസ്റ്റ് ആണല്ലോ. അപ്പോൾ സ്കിൻ കെയർ ഫസ്റ്റ് ടോണർ, സെക്കൻഡ് മോയ്സ്ചറൈസർ, തേർഡ് മൈ ഫേവറേറ്റ് സൺസ്ക്രീൻ, ഇത് ഡെർമാക്കോയുടെ. സോ ഇത് 3 മാത്രമേ ബേസായിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യത്തുള്ളൂ. ഇത് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ പിന്നെ ഇത് ഐലൈനർ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് പരിപാടി കഴിഞ്ഞു, നമ്മൾ പോകുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗെറ്റ് റെഡി എടുക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ചോട്ടു നല്ല ഉറക്കമാണ്. സോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇതെല്ലാം മുഖത്ത് തേച്ച് പുരട്ടിയിട്ട് ബാക്കി എടുക്കാം. ഇത് അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല, അത് നല്ല ബോറായിരിക്കും. കാരണം കൂടുതൽ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് നമ്മുടെ ലൈവിലും അല്ലാതെയും ഒക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെ ഗ്ലോയിങ് സ്കിൻ കിട്ടും ചേച്ചിന്ന്. സോ കിട്ടാൻ വേറെ ഒന്നും വേണ്ട, ബേസിക്കായിട്ട് സ്കിൻ കെയർ ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പം ഒരു ദിവസം 2 ദിവസം ചെയ്തുകൊണ്ടൊന്നും പ്രോപ്പർ ആയിട്ടൊരു നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടത്തില്ല. ഒരു 2 to 3 months നല്ല രീതിക്ക് കണ്ടിന്യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. സോ എല്ലാവരും ബേസിക്കായിട്ട് എങ്കിലും സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി റെഡി ആയിട്ട് വരാം, എന്നിട്ട് ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് കാണിക്കാം. ഓക്കെ പറയടാ ഗൈസ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ കോളേജിലെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇനി കോളേജിലോട്ട് പോകാൻ സമയം ഒട്ടും തന്നെ ഇല്ല നമുക്ക്. അപ്പോൾ ബാക്കി ഞാൻ ഉച്ചയ്ക്ക് പറ്റുമെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ വൈകുന്നേരം വന്ന് ബാക്കി വ്ലോഗ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഹലോ ഗൈസ്, ഞങ്ങൾ കാപ്പി കഴിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ചോട്ടനെ വിളിച്ചോണ്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് എന്തുവാ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് വരുന്ന വഴിക്ക് വാങ്ങിയതാണ് ഗൈസ്, കോൺ ഐസ്ക്രീമും. പിന്നെ നമ്മള് ഇത് റെഡ് വെൽവെറ്റ് ആണ് തോന്നുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാ, ഞാൻ ഇത് ആദ്യമായിട്ടാ വാങ്ങുന്നത്. സോറി,
ഒരു കേക്കിന്റെ കൂട്ടൊക്കെ ഉണ്ട് അല്ലേ? കൊള്ളാം. ആ ഒരു നല്ല ഫ്ലേവർ ഉണ്ട്. സൂപ്പർ. കഴിച്ചതൊക്കെ സൂപ്പർ. എനിക്ക് ചൂസ് ചെയ്ത എനിക്ക് ഇഷ്ടമുള്ള ഇതാണ്ട് ബ്ലൂ. ഇനി നമുക്ക് വൈകുന്നേരം വേറെ ഒരു പരിപാടിയുണ്ട്. നമ്മളത് വഴിയെ പറയാം. ആയിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട്, നമ്മളത് കാണിക്കാം. ഓക്കെ. പിന്നെ ചോക്ക് എന്തേ ചോക്കനെ കാണാൻ കഴിച്ചു. ഓക്കെ, കമോൺ. ഐസ്ക്രീം തിന്നുന്നതിന്റെ തിരക്കിലാണ്. ഐസ്ക്രീം തിന്നു അതോ വ്ലോഗ് എടുക്കൂ? ബാ നമുക്ക് പുറത്തോട്ട് കൊള്ളാല്ലേ? പക്ഷെ അതും കിട്ടാൻ മതി. രണ്ടെണ്ണം ഞാൻ വെച്ച് നിങ്ങക്ക് ബ്ലൂബെറി ഇഷ്ടമാണ്. വെൽവെറ്റ് കേക്ക് കൊള്ളാം കഴിച്ചു. അടുത്തോട്ട് നമ്മള് അതെടുക്കുന്നതായിരിക്കും ഇനി പോകുമ്പോ. എന്റെ അലിഞ്ഞു പോയി. ചോക്ക തുറന്നു കിട്ടോ? പക്ഷെ ഇതിപ്പോ എടുത്തു കഴിഞ്ഞാൽ ചോക്ക തുറന്നുള്ള പ്രശ്നം വെച്ചാ വൈകിട്ട് നമ്മള് സൗണ്ട് കേട്ടപ്പോ വൈകിട്ട് ഞങ്ങള് സ്പൈഡർമാൻ കാണാൻ പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ അതുകൂടെ കാണിക്കാം. എല്ലാരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പണ്ടങ്ങാണ്ട് കണ്ടതോ സ്പൈഡർമാന്റെ മൂവീസ്, പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടായിരുന്നു. അവസാനം ഇറങ്ങിയത് ഞങ്ങൾ പോയി കണ്ടായിരുന്നു. അല്ല, ഞാൻ പോയി കണ്ടായിരുന്നു. കോളേജിൽ എന്തെങ്കിലും പറയാനുണ്ടോ? കോളേജിലെ വിശേഷങ്ങള് ഞാൻ വീഡിയോ ഇതിനകത്ത് മുമ്പ് ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഫ്രണ്ട്സിനൊക്കെ എന്റെ വ്ളോഗിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ പേര് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് വഴിയെ മെൻഷനൊക്കെ ചെയ്യാം. അതെ അതെ, എന്റെ ഫ്രണ്ട്സ് എന്റെ വ്ളോഗ്സ് എല്ലാം കാണാറുണ്ട്. എല്ലാരും വ്ളോഗ് കാണും. എന്താ പറയാ, എന്തോ ഇന്നലെ ലൈവിൽ 5 വന്ന് മെസ്സേജ് ഇട്ടില്ലേ? അതൊക്കെ ഉണ്ട്. അവളിന്ന് പറഞ്ഞു നീ എന്നിട്ട് എന്റെ പേര് വിളിച്ചില്ലല്ലോ എന്ന്. രണ്ടാമത് അവള് വീണ്ടും ഇട്ട് മെസ്സേജ്. അപ്പൊ നമ്മള് ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവളെടി നീ നാളെ വരണേടി മെസ്സേജ്. അഞ്ചു എന്റെ ഫ്രണ്ടാണ് ഗൈസ്. എന്തായാലും നമ്മള് ലൈവില് പോയപ്പോ ലൈവില് വന്നിട്ട് കൊറേ മെസ്സേജ് ഒക്കെ ഇട്ടായിരുന്നു. നല്ല കാര്യം. ചോക്ക് ഇറങ്ങല്ലേ? ചോക്ക് ഐസ്ക്രീം കണ്ടാലോ? അതൊരു പ്രശ്ന. ചോക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം അല്ലേ? ഇല്ലെങ്കിൽ ചോക്ക് കഴിക്കാൻ പെറ്റ് ഫുഡ് ഉണ്ട്. ഉണ്ടോ? എന്നാ നീ ഇപ്പൊ പെറ്റ് ഫുഡ് എടുക്കണ്ടോ? എടുത്തുണ്ടോ? ഞാൻ ഇവിടെ ബാക്കി ഗാർഡനൊക്കെ അവർക്കറിയാം. പോയിട്ട് പോളാം. എന്നാ പോയിട്ട് അപ്പോഴത്തേക്ക് വിശദമായിട്ട് ചോട്ടിനെ അകത്ത് പോയി പെറ്റ് ഫുഡ് എടുത്തോണ്ട് ഞാൻ മടിയാണ് കഴിച്ച്. എനിക്ക് വയ്യാത്തോണ്ടാ ഞാൻ അവനെ പറഞ്ഞു വിട്ടു. അപ്പം ഇനിയിപ്പം നാളെ 2 ദിവസം സാറ്റർഡേ സൺഡേ എന്താ ക്ലാസ് ഇല്ല. അതുകൊണ്ട് അടിപൊളിയാണ്. നാളെ നമുക്ക് എന്തെങ്കിലും റീൽസ് കാര്യങ്ങൾ എടുക്കണം. പിന്നെന്താ അങ്ങനെയൊക്കെ പോന്നു. സൂപ്പർ. എന്തോ പറയണ്ടേന്ന് അറിയത്തില്ല സത്യം പറയാലോ. ഈ ചോക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ഭയങ്കരമായിട്ട് അലയ്ക്കുന്നുണ്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ എന്താ കണ്ടൊക്കെ പറയാൻ വന്നേ, ഫുള്ള് മറന്നേ പോവാ. ചോക്ക് എന്തി ഫുഡ് എന്തേ കയ്യിൽ തൊണ്ണു ഗൈസ്. ചോട്ടു ചോക്കോനെ കഴിക്കാൻ പോവാണ്. അത് കാണിക്കുന്നില്ല ഞാൻ. അഴിച്ചോണ്ട് വാ. ചോക്കോ ഇപ്പൊ വരുന്നതായിരിക്കും ഗൈസ്. ഇൻട്രൊഡ്യൂസിങ് ചോക്കോ ആൻഡ് ചോട്ടു. മൈ ഗോഡ്, എന്റെ കയ്യിൽ ഐസ്ക്രീം കണ്ടിട്ട് ഇതാണ്ടേ ഗൈസ്. ചോട്ടു പെറ്റ് ഫുഡ് കൊണ്ടുവന്നതിന്റെ ഈ കാണിക്കുന്ന കുറച്ച് ഡോഗ് ട്രെയിനിങ് കാണാം. നമ്മുടെ ട്രെയിനർ ചോട്ടു ആണ്.
ചോക്കോ ആകെപ്പാടെ പറഞ്ഞ കേൾക്കുന്ന ഒരു സാധനമാണ്. ജമ്പിങ് ഒക്കെ ഉണ്ട് ഗൈസ്, ഇപ്പൊ കാണിക്കും. അടുത്ത നമ്മള് പറയാൻ പോകുന്നത് ഇത് സിറ്റ് ആണ്. സിറ്റ് പെറ്റ് ഫുഡ് ഇരിക്കുന്നോണ്ട് പറയുന്നെല്ലാം കേക്കും. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നേരത്തെ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ പറയുമ്പോ എല്ലാം കേക്കുമായിരുന്നു. ഇപ്പം ചോക്ക കുറച്ച് വലുതായതിനു ശേഷം നമ്മൾ പറയുമ്പോ ചോക്കൊന്നും കേക്കത്തില്ല. ഭയങ്കര കുരുത്തക്കേടാണ് ഗൈസ്. നമ്മളിപ്പോ പറയുന്നത് ചോക്ക കേക്കത്തേ ഇല്ല. അടുത്ത റൗണ്ടാണ്. വരൂ റൗണ്ട്. കാലിനകത്തൂടെ പോകും ചോക്ക. ഫാന്റാസ്റ്റിക്, എക്സ്ട്രാഓർഡിനറി. അപ്പൊ ഏതെങ്കിലും ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മള് ചോട്ടുവിനെ വിളിക്കുക. ചോട്ടു ട്രെയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഡോഗിനെ. ഇതിപ്പോ എന്റെ കയ്യിൽ ഐസ്ക്രീം ഇരിക്കുന്നോണ്ട് ഇവിടെ നല്ല മഴയായിരുന്നല്ലേ ചോട്ടു? കോളേജിൽ നല്ല മഴയായിരുന്നു. ഇന്നത്തെ ദിവസം ഫുള്ള് ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഗൈസ്. നിങ്ങളവിടെ എല്ലാവരും മഴയുണ്ടോ? ഇനി കുറച്ച് ഒരു 8 സബ്ബല്ലേടാ? 8K അല്ലേ? 8-9 സബ്ബൊക്കെ മതി നമുക്ക് 100-ലോട്ട് എത്താൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. 100K അടിച്ചാൽ ഗീവ് അവ എന്തായാലും ഉണ്ട് ഗൈസ്. നമ്മൾ ക്യാഷ് പ്രൈസ് തന്നെ തരാൻ നോക്കാം. അതാകുമ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ബാ ചോക്കോ. പിന്നെന്താ, പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് എന്താ അറിയത്തില്ല, എനിക്ക് ചിരിയൊക്കെ വരുന്നു. ചോട്ടു അകത്തോട്ട് പോയിട്ടുണ്ട്. സോ നമുക്ക് ചോട്ടുവിൻ്റെ അടുത്തോട്ട് പോകാം ഗൈസ്. ഐസ്ക്രീമിന്റെ കവറൊക്കെ അടിക്കുവോ? കോഴി കാണിച്ചാലോ? ഇല്ല കോഴി കാണിച്ചാലോ? എനിക്ക് വലിയ സത്യം പറഞ്ഞ് നടക്കാനൊന്നും. നീ കുറച്ചേറെ റെസ്റ്റാണ് ഗൈസ്. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് തുടങ്ങുന്നതായിരിക്കും. കോഴി ഇറക്കി കഴിഞ്ഞ സീന. ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറക്കായിരുന്നല്ലേ. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇത്രയും വലുതായി ഗൈസ്. പക്ഷെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ഒരു കുഞ്ഞ് മരിച്ചു പോയില്ലേ? ഒരു കോഴി കുഞ്ഞ് പോയി. ചോക്കൊന്ന് നോക്കിയിട്ടുണ്ടോ? ചോക്കാണ് അതിന്റെ പാതി കാരണം ചോട്ടു. അതെന്ന് പറഞ്ഞാൽ ഈ ഡോറിന്റെ ഇടയിൽ തല ഉരുങ്ങിയതാണ് ഗൈസ്. ചോട്ടു കൊന്നതാണ് ഗൈസ്. സംഭവം അതൊന്നുമല്ല ഗൈസ്. സംഭവം ചോട്ടു കൊന്നു. അല്ലല്ല, ഞാൻ കൊന്നൊന്നുമല്ല. പോണിച്ചു സംഭവം. ഞാനാണെങ്കിൽ ഇതിനെ അതിന്റെ ഫ്രണ്ടിൽ കെട്ടിയിട്ടിരുന്നു ഇല്ലവനു. അപ്പം ഞാൻ ഇതിന് വെള്ളം കൊടുക്കാൻ വേണ്ടി ഡോറ് തുറന്നത്. അപ്പോൾ അത് സ്നേഹം കൊണ്ട് എപ്പോഴും പുറത്തോട്ടിറങ്ങി വരും, തലയിട്ടുകൊണ്ട് ഇങ്ങനെ വരും കഴിക്കാൻ വേണ്ടി. അപ്പം ഡോറ് തുറന്നു. അപ്പോൾ പെട്ടെന്ന് ചോക്കോ ഇങ്ങനെ അടുത്തോട്ട് വന്നു. അപ്പം ഞാൻ ഡോറിങ്ങനെ അടച്ചതാ. അപ്പോൾ ഈ ചോക്കോ കൂടെ വന്ന് ആ ഡോറിനകത്ത് ഇങ്ങനെ അങ്ങ് പിടിച്ച് തള്ളി വെച്ച്. അപ്പോഴത്തേക്കും ഇതിൻ്റെ തല ആ ഡോറിൻ്റെ ഇടയിലായിപ്പോയി. ഞാൻ കണ്ടില്ല. ചോക്കോ പിടിച്ച് മാറ്റുന്നതിനിടയ്ക്ക് ഞാൻ കണ്ടില്ല. പെടൽ ഒടിഞ്ഞ് ഒരു മഞ്ഞ കോഴിക്കുഞ്ഞുണ്ടായിരുന്നു. അത് ഡെഡായി ഗൈസ്. വിഷമമുണ്ട്. ഞാൻ മുട്ട വെച്ച് വിരിയിപ്പിച്ച കുഞ്ഞാണ് ഗൈസ് അത്. അപ്പം അതുകൊണ്ട് വിഷമമുണ്ടായിരുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല, കറിയൊന്നും വെച്ചില്ല. അതിനെ നേരെ കുഴിച്ചിട്ട് ചോക്കോക്ക് പോലും കൊടുത്തില്ല. അതിന് വിഷമം കാരണം അടക്കം ചെയ്തതാണ് ഗൈസ്. എന്തോ പറയുന്നത്.
ഒരു ജീവനാ പൊലിഞ്ഞത്. കളിയൊക്കെ അല്ലേ വിഷമം ഉണ്ടായിരുന്നു പോയപ്പോ. അങ്ങനെ നമ്മള് വിരിച്ചില്ലേ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അതേ ഉള്ളു. പിന്നെ പറയാനെന്തോ പിന്നെന്തോ ചോക്കൊക്കെ എന്ത് ഓക്കെ ചോക്ക് നോക്കിയാ പേപ്പറല്ലോ കടിച്ചു വെച്ചിടും. അങ്ങോട്ട് കൂട്ടി ഓടി ഓടിയ കുട്ടി ഓടി. ഗൈസ് നമുക്കിനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം ഗൈസ്. കോളേജിൽ നിന്ന് വന്ന് ഞാനൊന്ന് കിടക്കടി. ഓക്കെ വയ്യ, ക്ഷീണം വരുന്നു, ക്ഷീണം. കുറച്ച് നേരം നമുക്ക് റെസ്റ്റ്, ദെൻ അടുത്ത വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഇതെല്ലാം ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഏതാ ഈ സാധനങ്ങൾ എല്ലാം യൂസ് ചെയ്തിട്ട് ചോപ്പൊന്നും എടുത്തു വെക്കരുത്. ഫുള്ള് ഞാൻ വരുമ്പോഴത്തേക്ക് ഫുള്ള് അലമ്പാക്കി വെച്ചേക്കോ, ഞാൻ അലങ്കോലമാക്കി വെച്ചേക്ക് കൊച്ചു. ഇനിയിപ്പം ഞാൻ വരുമ്പോ എല്ലാം ഞാൻ നീറ്റായിട്ട് എടുക്കും. അപ്പൊ നമ്മള് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ എണീറ്റിട്ട് പിന്നെ വൈകുന്നേരത്ത് കാണിക്കാം. ഓക്കെ ഓക്കേ ഗൈസ്, ഗുഡ് ബൈ. സ്ലീപ്പിംഗ് ടൈം. സ്ലീപ്പിംഗ് ഇല്ല, നമ്മള് ഗെയിമിങ്. ഞാൻ സ്ലീപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം കാണിക്കാം. ഓക്കെ പിന്നെ നമ്മള് സ്പെഷ്യൽ പരിപാടി ഉണ്ട് നൈറ്റ്. നമ്മള് മൂവി കാണാൻ പോവാണ് ഗൈസ്. ഇനി എന്ത് ചെയ്യാൻ പോവാ? നമ്മളൊരു റീൽ എടുക്കാൻ പോവാ. ചെറിയ ഇച്ചിരി സമയം കിട്ടി. അപ്പൊ നമ്മള് വിചാരിച്ചു റീലിങ് എടുക്കാന്നില്ലേ. അതിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടാണ്. ഞാൻ ഇത് തന്നെയാണ് ഗൈസ്, നമുക്ക് വേറെ കോസ്റ്റ്യൂം ഒന്നും ഇല്ല. എന്താ ഈ ഒരു കമ്മൽ ഇട്ടാലോ? ഏതെങ്കിലും ഈ ഡിങ്കിടി മണി ഞാൻ റീൽസിൽ നോക്കിട്ട് ഈ കമ്മല. ഓക്കെ ഓക്കെ പുറത്ത് മഴ വരാൻ സമയമായി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മഴ പെയ്യും. നമുക്ക് സ്നാക്ക് കഴിക്കാം. പുറത്ത് നമ്മൾ ജനൽ പോയി നോക്ക്. ഞങ്ങളുടെ അയ്യോ നമ്മുടെ ജനലിന്റെ ഈ എരിയെല്ലാം നമ്മൾ തുറന്നിട്ടേക്കും. എന്തോ വീണ് ചക്കയോ മാങ്ങ. അപ്പൊ ഗൈസ് നമ്മള് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട്. കുറച്ചല്ല, ഇത് നമുക്ക് മതിലിടാൻ വേണ്ടിട്ട് നമ്മൾ ഇറക്കിയിട്ടേക്കുന്നു. ഞങ്ങളെ Let's unbox. ദേഷ്യം വരുന്ന. അപ്പൊ നമ്മള് റീലെല്ലാം എടുത്തു കഴിഞ്ഞ് സുഗന്ധം, നല്ല മണം. എന്തുവാ മീറ്റ്റോൾ വാങ്ങിയിട്ടുണ്ട്. മീറ്റ്റോൾ നീ അത് മാറ്റി. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് തറക്കുമ്പോ. നമുക്കപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ സ്നാക്ക് മീറ്റ്റോൾ ആണ്. ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യാം. മീറ്റ്റോൾ പുറത്ത് മഴയാണ്, മഴ വരാൻ പോവുക. അപ്പം മഴ പ്രതീക്ഷിക്കുന്നില്ല. മഴ വന്ന് ഇന്നത്തെ നൈറ്റ് മൂവി മുടക്കുവോ? എന്തായാലും പോയിരിക്കും. മഴ വന്നാലും ശരി, നനഞ്ഞോണ്ടായാലും പോകും. കാരണം നമ്മള് ബുക്ക് ചെയ്തില്ലേ? ബുക്ക് ചെയ്തേ. കഴിക്കാൻ പറ്റില്ല. കൊള്ളാല്ലേ? പക്ഷെ നല്ല എരിയുണ്ട്. മഴ വന്നായിരുന്നെങ്കിൽ മഴയത്ത് ചാടിക്കൊണ്ട് റീൽ എടുക്കായിരുന്നു അല്ലേ? ഇന്നെന്താന്ന് അറിയത്തില്ല. ഇന്ന് തുണി കഴുകിയിട്ട് ഇന്ന് ഫുള്ള് മഴയായിരുന്നു. തുണി ഒന്നും തന്നെ ഉണങ്ങിയിട്ടില്ല.
നല്ല ടേസ്റ്റ്. അപ്പൊ എല്ലാരും വല്ലതും കഴിച്ചിരിക്കുകയും മഴ ചായ, ഒരു ചായ കൂടെ ഉണ്ടായി ബെസ്റ്റ് ആയിരുന്നല്ലേ. അമ്മ വന്നിട്ട് ചായ എടുത്തോളൂ. എന്നിട്ട് നമ്മളപ്പം ബിസ്ക്കറ്റും ചായ എല്ലാം കഴിക്കും. അപ്പം അമ്മ ടൈം ആയില്ല. പക്ഷെ നല്ല മഴക്കോള് കണ്ടപ്പം നമ്മൾ മഴയൊക്കെ കണ്ട് കുറച്ച് നേരം പാപ്പം തിന്നു. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്തുവാ? റെഡി ആവുക, നൈറ്റ് മൂവിക്ക് പോവാ. ഞാൻ ഇങ്ങനെ അത് നൈറ്റ് ആവുന്ന നോക്കി ഇങ്ങനെ ഇരിക്കുക മൂവിക്കാൻ. ഈ ലൈറ്റ് വെട്ടൊന്നല്ല, ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. ഈ നമ്മൾ വെച്ചേക്കുന്ന വെട്ടത്തിന്റെ ആ ലൈറ്റ് കണ്ടത്, അല്ലാതെ നല്ല ഇവിടെ നല്ല ഇതായി ഇരുട്ടായി, ഇരുട്ട് കയറി തുടങ്ങി. ചോക്ക് വീഡിയോ എടുക്കുമ്പോൾ ആലോചിക്കുന്നില്ലേ കുളിക്കാൻ ചോക്കോ നമുക്കേ ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടാം. ഇപ്പൊ എനിക്കാണ് നല്ല ഗ്ലും ആയിട്ടിരിക്കും, നല്ല നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സ്റ്റോറി ഇടാം. അപ്പോൾ ഗൈസ് പുറത്ത് നല്ല മഴയാണ്, ഞാൻ കാണിച്ചു തരാവേ. കണ്ടോളൂ ഗൈസ്. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലൈറ്റ് ആകെ എന്താ ലൈറ്റിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് പോയി. പറഞ്ഞോ ഗൈസ്, മഴ കാരണം എങ്ങനെ പോകുന്നു നമുക്ക് അറിയത്തില്ല. ഞാനാണ് ഇവിടെ ബസ് കളിച്ചോണ്ടിരിക്കുക ഗൈസ്. 9:30. അപ്പോഴത്തേക്ക് മഴ തോന്നാൻ മതിയായിരുന്നു. മഴ തോന്നായിരുന്നെങ്കിൽ നമുക്ക് പോവായിരുന്നില്ലേ. നല്ല പൊരിഞ്ഞ മഴ ഗൈസ്. അപ്പൊ ഇവിടെ ഭയങ്കര മഴയാണ്. ഞാൻ കാണിച്ചല്ലോ ഇന്നത്തെ ഷോ. നമുക്ക് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. ദൈവമേ, നമ്മളെ ടിക്കറ്റും ബുക്ക് ചെയ്ത് പോയി. നമ്മൾ എന്തായാലും ഇന്ന് പോകുന്നതായിരിക്കും എന്ന് തോന്നുന്നു. ഇല്ലേ പോകത്തില്ല ചേട്ടാ? പോകും. നമ്മളിന്ന് എന്തായാലും പോകുന്നതായിരിക്കും. സ്പൈഡർമാൻ കാണാൻ പോകണം. സ്പൈഡർമാൻ. സോ നല്ല മഴയൊക്കെയാണ്. നമുക്ക് അടുക്കളയിലോട്ടൊന്ന് പോയിട്ട് വരാം. ഓക്കെ, കമോൺ ഗൈസ്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. നമ്മുടെ അമ്മ ഇവിടെ കാര്യമായിട്ട് എന്തെങ്ങാണ്ടൊക്കെ പരിപാടിയിലാണ്. അമ്മേ എന്തോ ചെയ്യുക? അമ്മ എന്തെങ്ങാണ്ടൊക്കെ കണക്ക് പരിപാടികളിലൊക്കെയാണ് ഗൈസ് ഫുള്ള്. ഇപ്പോൾ നമ്മുടെ ഡാഡിജി വന്നില്ല. അപ്പോൾ അച്ഛൻ വരാൻ സമയമാവുന്നേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ വന്നിട്ട് നമുക്ക് അച്ഛനെയും കൂടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ മഴ തൊഴുമ്പോഴേക്ക് നമുക്ക് പോകണം. അപ്പോഴത്തേക്ക് മഴയൊക്കെ ഒന്ന് മാറിയാൽ മതിയായിരുന്നു. നമുക്ക് എന്തായാലും നൈറ്റ് ഷോയ്ക്ക് നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും പോയിരിക്കും. അപ്പോൾ അച്ഛൻ വരുമ്പോൾ നമ്മൾ അച്ഛനെയും കൂടെ കാണിക്കാം. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരെ മൂവിക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ചോട്ടു ഒന്ന് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പുറത്ത് വരെ. അപ്പോൾ ചോട്ടു ഇപ്പോൾ വരും. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടീഷർട്ട് തന്നെയാണ് ഇടുന്നത്, പിന്നെ വിത്ത് ബാഗിയും. സോ ഗൈസ്, നമുക്ക് ഇറങ്ങാം. എന്തെങ്കിലും ചോട്ടും കൂടെ വരട്ടെ. ഓക്കെ ഗൈസ്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. ഇന്ന് തന്നെ എന്താണെന്ന് അറിയത്തില്ല. ഇന്ന് തന്നെ ഈ മഴയ്ക്ക് ഇങ്ങനെ പെയ്യാൻ കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളെന്തായാലും നനഞ്ഞ് പോകേണ്ടി വരുന്നാണ് തോന്നുന്നത്. 9:30 ഷോ. ടൈമിങ്ങിന് അവിടെ എത്താൻ പറ്റിയാൽ മതിയായിരുന്നു. പുറത്ത് നല്ല മഴയാണ് ഗൈസ്. ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം നല്ല മഴയുണ്ട്. ആകെ മൂഡ് ഫുള്ള് പോവാണ് ഈ മഴ കാരണം. എന്ത് ചെയ്യാനാ? ചോട്ടുവാണെങ്കിൽ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുവാ കഴിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴയായിട്ട് ഞങ്ങളിങ്ങനെ ഡിലേ ആയിട്ട് നിൽക്കുക. 9:30 മുമ്പ് എത്തിയാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ പോവാറെങ്കിൽ ഒടുക്കത്തെ മഴ ഗൈസ്. എങ്ങനെ പോകുന്ന അറിയത്തില്ല. പെട്ടരയായി. അപ്പോൾ 9:30 ഷോ. അപ്പം
മഴ നനഞ്ഞു പോണോ? റെയിൻകോട്ട് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് നനയോ അറിയത്തില്ല. എന്തായാലും നോക്കാം, മഴ കാണിച്ചു തരാം. ഇടുക്കത്ത മഴ 8:30. എന്ത് ചെയ്യും പൊന്നു? ഫുൾ മഴയാണ്. ഇപ്പൊ നമ്മള് റെയിൻകോട്ട് ഇട്ട് ഇറങ്ങല്ലേ, അല്ലാതെ എന്ത് ചെയ്യാനാ? എനിക്ക് തണുക്കുകയും ചെയ്യുന്നു. 2 റെയിൻകോട്ട് ഉണ്ട്, ഒന്ന് കണ്ട അതിനകത്ത് ഇരിപ്പുണ്ട്, ബൈക്ക് ഇരിപ്പുണ്ട്. ഒന്ന് അച്ഛനെ എടുക്കാം. ഓക്കെ. Come on guys, let's go. So guys, let's ready to go and nice movie. Okay, come on guys, let's go. Okay. Guys, അപ്പോൾ പുറകിലെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ അച്ഛൻ നമ്മുടെ വഴക്ക് പറയുന്നത് രാത്രി സിനിമ കാണാൻ പോകുന്നു. സോ നമുക്ക് എന്തായാലും പോയിട്ട് വരാം, എന്നിട്ട് നമ്മൾ റിവ്യൂ പറയാം വന്നിട്ട്. ഓക്കെ? മഴ മാറിയും തോന്നുന്നു. എന്തായാലും ഇട്ടോണ്ട് വന്നു. തിരിച്ചു വരുമ്പോ മഴ കാണത്തില്ലേ, അപ്പൊ നനഞ്ഞോണ്ട് ഇങ്ങോട്ട് വരുമ്പോ വേണ്ട, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. തിരിച്ചു വരുമ്പോ നനഞ്ഞു ഊപ്പാട് വരും, ഞാൻ പറഞ്ഞേക്കാം. സോ ഗൈസ്, നമ്മള് റെയിൻകോട്ട് ഇട്ടില്ല, മഴ ഇപ്പൊ തോന്നിയിരിക്കുകയാണ്. ആയിട്ട് നമ്മള് റെയിൻകോട്ട് ഇട്ടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ ടിക്കറ്റും എടുത്ത് 3D ഗ്ലാസ് ഒക്കെ കിട്ടി. നമ്മൾ സ്നാക്സും വാങ്ങി സീറ്റൊക്കെ കണ്ടുപിടിച്ച് വന്നിരുന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് കുറച്ച് ഷോ ഇറക്കുവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ മൂവി ഇപ്പോൾ തുടങ്ങും. ഇത് മറ്റേ ഏതാ രാമായണത്തിൻ്റെ ഇതാണ്, ട്രെയിലറാണ്. അതിപ്പോൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. ഈ മൂവി കാണാൻ വേണ്ടി നമ്മൾ ഇനി ഒന്നും കൂടെ വരുന്നതായിരിക്കും തിയേറ്ററിൽ. പിന്നെ അങ്ങനെ നമ്മൾ സ്പൈഡർമാൻ തുടങ്ങാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സ്പൈഡർമാൻ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര അലപ്പും ബഹളമൊക്കെ ആയിരുന്നു തിയേറ്ററിൽ. ഓക്കെ, കാര്യം പറയത്തില്ല, കോളേജ് പ്രൊഫസറായിട്ട് കാര്യം പറയത്തില്ലേ ഗൈസ്. ഒരാള് പടത്തിന്റെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങി എണ്ണിച്ചതേ ഉള്ളൂ ഗൈസ് നമ്മൾ. അപ്പം ഇയാള് ഉറങ്ങി എണ്ണിച്ചിട്ടുമ്പോ ഉറക്കം പോയി പോപ്കോൺ തിന്നാനേ പറ്റുള്ളൂ. അടിച്ച് കയറ്റോണില്ല. ഹലോ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാത്രി എടുക്കാൻ പറ്റില്ല, ഭയങ്കര മഴ. ഞങ്ങൾ എങ്ങനെയും വീട്ടിൽ വന്ന് നനഞ്ഞു വിളിച്ചു. ഞങ്ങളിപ്പം പിന്നെ നനഞ്ഞാകെ കയറി വന്നോണ്ട് നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. തണുത്താകെ വിറച്ചിരിക്കുകയാണ്. അത് നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലത്തേക്ക് മാറ്റി വെച്ച് നമുക്ക് പിന്നെ പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. നമ്മുടെ ഡൂക്കിന് പറയൂ. ഒന്നാമത്തെ കാര്യം, പടമൊക്കെ അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല? എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് രാവിലെ എണീറ്റതേ ഉള്ളൂ, അപ്പം മോൻ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അപ്പം പിന്നെ വേറെന്തുകൊണ്ട് പറയാം വേറെ പടത്തെ പറ്റി കുറച്ചും കൂടെ ഫൈറ്റ് സീൻ ഉണ്ടാക്കി കൊള്ളായിരുന്നു. എനിക്കെങ്കിൽ പകുതി വന്നപ്പോ ഉറക്കം വന്നു. ഒരു ഈ കാര്യം പറയുമ്പോ അങ്ങ് ഉറക്കം വരുമായിരുന്നു. ഞാൻ ഏതെങ്ങാണ്ട് ഒരു ഭാഗത്ത് ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ പിന്നെ വിളിച്ചതാണ്. ഞാൻ ചരിഞ്ഞ് കിടക്കാം. പടം കാണുക ഞാൻ. പിന്നെ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ പടമായിരുന്നു. കുറച്ചും കൂടെ ഫൈറ്റ് ഉണ്ടായി കൊള്ളായിരുന്നു. ഇല്ലെങ്കിൽ നല്ല ഉറക്കം വരും, ബോർ ഓടിക്കും. ഹൾക്ക് വന്നതൊക്കെ അടിപൊളി, സൂപ്പർ ആയിരുന്നു, രക്ഷയില്ല.
പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പം നമുക്ക് വേറൊരു പണി കിട്ടിയില്ലേ? അതെ ഗൈസ്, നമുക്ക് തന്നെ അത് കിട്ടിയില്ല എന്ന് ഓർക്കുമ്പോഴാ. അതാ ഗൈസ്, പണിന്ന് പറഞ്ഞ നമ്മൾ വരുന്ന വഴിക്ക് മൊത്തം മഴയായിരുന്നു. അപ്പം വണ്ടിയിലാണെങ്കിൽ ഏതോ ഒരു സാധനം വെള്ളം കെട്ടി കിടന്നു. എലിവനും റോഡിൽ വെള്ളം ഇങ്ങനെ കെട്ടി വെള്ളം നിറഞ്ഞു. അപ്പം അല്ല ആണി അപ്പം വെള്ളം റോഡിൽ മെയിൻ റോഡല്ല, മെയിൻ റോഡിന്റെ ബൈ റോഡില്ലേ, അപ്പം അതിനകത്ത് വെള്ളം കിട്ടിക്കണേ. ഞങ്ങളപ്പോൾ വെള്ളത്തിൽ കൂടെ ഇറക്കിക്കൊണ്ട് വന്നേ. പക്ഷെ അതിനകത്തൊരു ആണി, ഒരു പ്ലാസ്റ്റിക്കിന്റെ പീസും ഇല്ലേ. അതെങ്ങനെ, അത് എന്തോ അതപ്പം ഞങ്ങൾ എടുക്കാൻ പറ്റിയില്ല. അപ്പത്തെ ആ ഒരു ടെൻഷൻ കാരണം അതിലൊന്നും കേറിയില്ല. ഞങ്ങള് പോയി ഇതിനകത്ത് തന്നെ കേറി. ഇവിടെ കേറിയിരിക്കുന്നത് ഉണ്ടോ, കാറ്റെല്ലാം പോയി. പിന്നെ ഞാൻ ട്യൂബ്ലെസ് ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ എടുത്തോണ്ടെങ്കിൽ പോന്ന്. ഇനിയിപ്പൊ കൊണ്ട് പഞ്ചർ അടിക്കണം. പഞ്ചർ അടിക്കണം, തിരി അടിക്കണം. എന്താ ഇത് അടിച്ചില്ലെങ്കിൽ അല്ല, നമ്മൾ സൗണ്ട് ഇത് കേട്ടില്ലായിരുന്നു. ഇത് കേറിയപ്പോ അപ്പൊ നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പണിയായിരുന്നേ. നല്ല രീതിക്ക് സൗണ്ട്, നല്ലൊരു സൗണ്ട് എന്ന് വെച്ചാൽ വെള്ളത്തിനകത്തോട്ട് ഞങ്ങൾ ഇറങ്ങിയതേ ഉള്ളൂ. ഒരു കമ്പ കൂടി കേറിയതായിരിക്കുന്നു. പക്ഷെ സംഭവം അതല്ലായിരുന്നു. നമ്മൾ അപ്പൊ തന്നെ വണ്ടി നിർത്തി നോക്കിയോണ്ട് കാര്യമായി. ഒരു കമ്പൊടിയുന്ന പോലെ സൗണ്ട്. ഞങ്ങൾ അങ്ങനെ നോക്കി, ഇങ്ങനെ എന്തോ സംഭവം നോക്കിയപ്പോ മുന്നോട്ട് പോയാൽ എന്തെങ്കിലും അപകടമായാനെ. വലിയൊന്നും വരത്തില്ല. ആണി ഇങ്ങനെ കേറി തറച്ചിരുന്നേ. അപ്പൊ ഞാൻ പിന്നെ അതങ്ങ് വലിച്ചു വീരി. പിന്നെ അവിടെ ഒന്നും പറ്റിയില്ല, ചേറങ്ങ് കയറിയിട്ടുണ്ട്. അല്ല, അത് കാണാൻ പറ്റത്തില്ല. ഇപ്പൊ കാറ്റെല്ലാം പോയി. ഇനിയിപ്പോ പഞ്ചറിട്ട് ഇത് തിരി അടിക്കണം. അപ്പൊ ഇന്നലത്തെ സ്പൈഡർമാൻ വ്ലോഗും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് മഴയും, സത്യം പറഞ്ഞ ഇന്നും മഴയാന്ന് തോന്നുന്നു, ഭയങ്കര മഴയാ ഇവിടെ. അപ്പം സത്യം പറഞ്ഞ ഇന്നലെ മൊത്തം മഴയും, പടം ബുക്ക് ചെയ്തിട്ട് മഴ നനഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. റെയിൻകോട്ട് ഇട്ട് എന്നിട്ട് ഇത് ഊരി. ഇവിടെ മഴ ഇല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് കൊട്ടരയിലോട്ട് നിന്നപ്പോൾ അവിടെ പൊരിഞ്ഞ. പിന്നെ തിരിച്ചു വരുമ്പോഴും മഴ. പിന്നെ ഞങ്ങൾ അവിടെ ലേറ്റ് ആയി പോകുന്നും പറഞ്ഞ് ഞങ്ങൾ മഴ നനഞ്ഞെങ്കിൽ പോകുന്നു. പക്ഷെ പോന്നപ്പോ നാണ്ട് വന്ന് വണ്ടിക്കൊരു പണിയും കിട്ടി. അപ്പൊ ഇനിയിപ്പോ തിരികെ അടിച്ചിട്ട് വരാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ രാവിലെ എണീറ്റിട്ട് പറഞ്ഞങ്ങ് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചില്ലേ. ഇന്നലെ രാത്രി നല്ല ഉറക്കത്തിന്റെ ഇതിലിരുന്നോണ്ട് നമ്മള് രാവിലത്തേക്ക് മാറ്റി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വ്ളോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഓക്കെ, അപ്പം വ്ളോഗ് കാണുന്നവരെല്ലാം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 100K റണ്ണിങ് ആണ് ഗൈസ്. ഓക്കെ, ബൈ.